കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഹെബ്രായക്കാർക്ക് ഇത് ലേഖനത്തിൽ നിന്നായിരുന്നു. അതിൻ്റെ ഏകദേശം 9-ാം അധ്യായം വരെ നമ്മൾ ചിന്തിപ്പാനിടയായി. അതിനകത്ത് ചില കാര്യങ്ങൾ ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും അന്ന് മുമ്പുണ്ടായിരുന്ന ബൈബിൾ പഠനത്തിൽ ഇല്ലായിരുന്നു എങ്കിലും ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അല്പം അതിൻ്റെ ഒരു ആമുഖമായിട്ടും ചില കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ടും പറഞ്ഞ ശേഷം നമുക്ക് തുടർമാനമായിട്ട് നമുക്ക് വചന ചിന്തകളിലേക്ക് വചന പഠനത്തിലേക്ക് തുടർമാനമായിട്ട് കടന്നു പോകാം. പുതുതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. നമുക്ക് കർത്താവിൻ്റെ വിശുദ്ധാത്മാവ് വെളിപ്പെടുത്തട്ടെ. പലതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അവിടെ ഹെബ്രായക്കാർക്ക് ലേഖനം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 9-ാം അധ്യായത്തിന് 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരു നിമിഷം വായിക്കാം. നമുക്ക് അത് ഒരുമിച്ച് വായിച്ചിട്ട് അതുവരെ 1 തൊട്ട് 10 വരെ പറയുവാനാണ് കർത്താവിൽ ആശ്രയിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ അതിലുള്ള ദൈവിക സത്യങ്ങൾ, വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കത് ഹീബ്രൂസ് ചാപ്റ്റർ 9:1-10 നമുക്ക് വായിക്കാം. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം എന്നാൽ ഒരു കൂടാരം ചമച്ചു. അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്നു പേർ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരമുണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ചു പൊൻപാത്രവും അഹരോന്റെ കറുത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകളും അതിന് മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. ഇവ എങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്നു ശുശ്രൂഷ കഴിക്കും. 2-ാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെ അല്ല. അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോട് കൂടെ പുണ്യീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡിക നിയമങ്ങൾ അത്രേ. ആമേൻ. നമുക്കത് വായിക്കുമ്പോൾ പല കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. എങ്കിലും ഹെബ്രായക്കാർക്ക് ഇത് ലേഖനത്തിൻ്റെ പശ്ചാത്തലം പലർക്കും അറിയാം. ഇത് എഴുതപ്പെട്ടത് ഒരു കൂട്ടം യഹൂദന്മാർ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച മെസ്സിയാനിക് ജൂസിന് വേണ്ടിയാണ് അത് എഴുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞാൽ ഹീബ്രൂസ് അവർക്ക് വേണ്ടി എഴുതിയതാണ്. അതിൻ്റെ ഏകദേശം 8-ാം അധ്യായം വരെ നമ്മൾ ചിന്തിച്ചിരുന്നു. കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. ചില കാരണങ്ങളാൽ അത് ചെയ്യുവാൻ സാധിച്ചില്ല. എങ്കിലും അത് തുടർന്ന് കർത്താവ് കേൾക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് ഈ അന്നുണ്ടായിരുന്ന ഹെബ്രായ വിശ്വാസികൾ, കർത്താവ് യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്ന യഹൂദ വിശ്വാസികൾ, അവരുടെ മുമ്പിൽ പ്രതികൂലങ്ങൾ കടന്നു വന്നു. നമുക്കൊന്ന് നോർത്ത് ഇന്ത്യ കാണുന്ന പോലെ ഘർവാപസി എന്നുള്ള അനുഭവം തിരിച്ച് അവർ വിശ്വസിച്ച ആ പാരമ്പര്യ വിശ്വാസത്തിലേക്ക് മടങ്ങി പോകുവാനായിട്ട് അന്നുണ്ടായിരുന്ന യഹൂദന്മാർ, അടുത്തുണ്ടായിരുന്ന പാരമ്പര്യ വിശ്വാസികൾ അവരെ ശ്രമിച്ചിരുന്നു. അല്ലെങ്കിൽ ഈ ലഭിച്ച വിശ്വാസത്തിനകത്ത് വീണ്ടും പാരമ്പര്യത്തിൻ്റെതായ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ, മോശ നിയമങ്ങളും ചട്ടങ്ങളും വീണ്ടും പ്രമാണിക്കണമെന്ന് അവരോട് പറയുവാൻ ഇടയായി. അതിലേറെ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുവാനാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ യേശുക്രിസ്തു അവർ വിശ്വസിച്ച എല്ലാത്തിനേക്കാളും കർത്താവായ യേശുക്രിസ്തു ഉന്നതനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഈ യഹൂദ വിശ്വാസികൾക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി പടിപടിയായി നമുക്ക് 1-ാം അധ്യായം തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ 1-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ഉന്നതനാണ് എന്നവിടെ വ്യക്തമായി കാണിക്കുന്നു. അവിടെ
വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഒന്നാം അധ്യായത്തിന് 4-ാം അധ്യായത്തിന് ശേഷം 2-ാം അധ്യായം 18-ാം വാക്യം വരെ കർത്താവായ യേശുക്രിസ്തു ദൂതന്മാരെക്കാളും ഉന്നതനാണെന്ന് പറയുന്നു. പിന്നീട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയെക്കാളും ശ്രേഷ്ഠനാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് 4-ാം അധ്യായം അവർ എന്തെല്ലാം ചിന്തിച്ചോ അതിനേക്കാളെല്ലാം യേശുക്രിസ്തു ഉന്നതനാണ്, അതിനേക്കാളും വലിയവനാണ് എന്ന് അവർക്ക് വ്യക്തമായി കാണിച്ചു കൊടുക്കുക. അപ്പോൾ 4-ാം അധ്യായത്തിൽ യോശുവയെക്കാളും ഉന്നതനാണ്. 4-ാം അധ്യായവും 5-ാം അധ്യായവും 6-ാം അധ്യായത്തിലും അവർ അന്നുണ്ടായിരുന്ന ദൈവവുമായിട്ട് അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് മഹാപുരോഹിതനായിരുന്നു. ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി ഇടിഞ്ഞു നിൽക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് മഹാപുരോഹിതൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ മഹാപുരോഹിതൻ അഹ്റോനേക്കാളും യേശുക്രിസ്തു ഉന്നതനാണ് എന്ന് അവിടെ വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക്. പിന്നീട് എബ്രഹാം ആണ് അവരെ വിശ്വാസികളുടെ പിതാവ്. എബ്രഹാം പിതാവിനെക്കാളും യേശു വലുതാണ്. യേശു തന്നെ പറയുന്നുണ്ട്, എബ്രഹാമിന് മുമ്പ് ഞാനുണ്ടെന്ന് പറഞ്ഞപ്പം അവർ യേശുക്രിസ്തുവിനെ കല്ലുകൾ എടുത്ത് എറിയുവാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവരുടേതായ പാരമ്പര്യത്തിൻ്റെതായ ആ വിശ്വാസ പ്രമാണങ്ങൾ എല്ലാം തിരുത്തി കുറിക്കുവാൻ വേണ്ടി വളരെ വളരെ വ്യക്തമായിട്ട് ആ ഹെബ്രായ പശ്ചാത്തലം അറിയുകയും ഹെബ്രായം അല്ലെങ്കിൽ യഹൂദിൻ്റെതായ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം വളരെ നന്നായി അറിയാവുന്നൊരു വ്യക്തിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ആണെന്ന് ചിലർ പറയുന്നു, പക്ഷേ ആരാണെന്ന് ആർക്കും അറിയില്ല. എങ്കിലും ഇതിനെപ്പറ്റി വളരെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. അത് മാത്രമല്ല കൂടാരം നിലനിന്ന സമയത്താണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് ആ കർത്താവിൻ്റെ ആലയം ഇന്ന് ശലോമോൻ പണിത ദൈവത്തിൻ്റെ ആലയം ഇന്ന് നിലനിൽക്കുന്നില്ല. പക്ഷേ അതിനുശേഷം അത് തകർക്കപ്പെടുകയാണ്. അപ്പോൾ ആ ആലയം ഇന്ന് യഹൂദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും സങ്കീർണ വളരെയധികം സ്നേഹിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ആലയം. അതിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുമായിരുന്നു. നമ്മളൊക്കെ പാരമ്പര്യ വിശ്വാസത്തിലും പെന്തക്കോസ്തിൽ പോലും പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നു. നമ്മളല്ല പലരും ഞങ്ങൾ തലമുറകളായിട്ട് പെന്തക്കോസ്തിലാണ് എന്നൊക്കെ പറഞ്ഞ് പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അതിനപ്പുറമായിട്ട് അവർ ആ ആലയത്തെ ആണ് ഏറ്റവും ശ്രേഷ്ഠമായി കരുതിയത്. ഇന്നും അവർ അത് വീണ്ടും പണിയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം എബ്രഹാമിനേക്കാൾ ഉന്നതനാണ് എന്ന് പറയുകയും മെൽക്കീസെദെക്ക് എന്ന പുരോഹിതനേക്കാളും അഹ്റോനേക്കാളും പിന്നീട് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ന് നടന്ന എല്ലാ യാഗങ്ങളെക്കാളും കർത്താവായ യേശുക്രിസ്തു ഉന്നതനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ 9-ാം അധ്യായത്തിൽ അന്നുണ്ടായിരുന്ന ഇവർ പണിത ആലയത്തെ പറ്റി ഇവർക്ക് വളരെ അഭിമാനമുണ്ടായിരുന്നു. ഇന്നും അവർ ആലയം പണിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലയം തകർന്നു പോയി, ഇന്ന് അവിടെ ഇല്ല. അപ്പോൾ ആ ആലയത്തിൻ്റെതായ ആ ആലയം വരാൻ പോകുന്ന ഒരു സ്വർഗീയ ആലയത്തിൻ്റെ പ്രതിച്ഛായ മാത്രമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് മുഴുവൻ. ആ ആലയത്തിനുണ്ടായിരുന്ന പ്രതിച്ഛായകൾ ഉണ്ടായിരുന്ന എല്ലാ കാര്യവും കർത്താവായ യേശുക്രിസ്തുവിനെ ആണ് പ്രതിനിധീകരിച്ചിരുന്നത്. അതൊരു പ്രതിച്ഛായയായിരുന്നു. എന്നാൽ അതിൻ്റെ പൊരുൾ യേശുവാണ് എന്ന് ഇവർക്ക് വ്യക്തമായി കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ തിരുവചനത്തിൽ നമുക്ക് കാണുന്നുണ്ടായിരുന്നു. ഒന്നാം വാക്യത്തിലും 2-ാം വാക്യം 2-5 വരെയും 6 തുടങ്ങി 7 വരെയും പിന്നെ 8-ാം വാക്യത്തിലും പിന്നെ 9-10 വാക്യങ്ങളിലൊക്കെ അത് വ്യക്തമായി കാണുന്നുണ്ട്. അതൊരു പ്രതിച്ഛായയായിരുന്നുവെന്നും അത് വരുവാനിരിക്കുന്ന സ്വർഗീയമായിട്ടുള്ള ഒരു ആലയത്തെ പ്രതിനിധീകരിക്കുന്നതായിരുന്നു എന്നൊക്കെ ഇവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ ദൈവസാന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അത് ടെമ്പററി ആയിരുന്നു. അത് ഒരു സ്ഥലത്ത് മാത്രം സ്ഥാപിതമായി, ജെറുസലേമിൽ മാത്രമേ ആലയമുള്ളൂ, മറ്റൊരിടത്തവർക്ക് പണിയാൻ സാധിക്കത്തില്ല. അങ്ങനെ പല കാര്യങ്ങൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇവരുടെ ആലയത്തിൻ്റെതായ പരിമിതികളെ ചൂണ്ടിക്കാണിച്ചിട്ട് പിന്നീട് സ്വർഗീയ ആലയമായിരിക്കുന്ന കർത്താവ് ആലയത്തിലുണ്ടായിരുന്ന എല്ലാം, ആ ആലയത്തിൽ കാണുന്ന പല പ്രവൃത്തികളും കണ്ടിരുന്ന പല വസ്തുക്കളും കർത്താവ് യേശുക്രിസ്തുവിനെ ആയിരുന്നു, ആലയം തന്നെ യേശുവായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പിന്നീടുള്ള ചാപ്റ്ററുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അത് അതിലേക്ക് നമുക്ക് കടന്നു വരാം. ഞാൻ എന്താണ് ഇങ്ങനെ ഇതിനെപ്പറ്റി പറയുന്നതെന്ന് ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. ഇതുകൊണ്ട് കേട്ടുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ കർത്താവ് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ അല്ല, ദൈവത്തിൻ്റെതായ ആ സമാനതയ്ക്ക് സമാനല്ല എന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു ഉപദേശം കടന്നു വരുന്നുണ്ട്. അത് മാത്രമല്ല, യേശുക്രിസ്തു ആരാണെന്ന് നമുക്ക് വ്യക്തമായി വെളിപ്പെടുമ്പോൾ, യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയും യേശുക്രിസ്തു ദൈവത്വവും നമ്മൾ മനസ്സിലാകുമ്പോൾ ആണ് പലപ്പോഴും നമുക്ക് കർത്താവ് യഥാർത്ഥമായിട്ട് ആരാധിക്കുവാനും സ്നേഹിക്കുവാനും
കർത്താവ് മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ കഴിയുകയുള്ളൂ. അതിലേറെ മറ്റു കാര്യങ്ങളും അതിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വാക്യം വായിക്കാം. എബ്രായക്കാർക്ക് ലേഖനം 9-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ, എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. അവിടെ ആ ആലയത്തിനെ പറ്റി പറയുകയാണ്. ആലയത്തെ പറ്റി അവർക്കറിയാം ആലയം എങ്ങനെയാണെന്നുള്ളത്. എങ്കിലും നമുക്ക് ഈ സമയപരിധികൾക്കുള്ളിൽ വളരെ ചുരുക്കിയ ചില കാര്യങ്ങൾ, ഈ അന്നുണ്ടായിരുന്ന ആലയം ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. ഇന്നുള്ള കാലഘട്ടത്തിൽ ആരും തന്നെ കണ്ടിട്ടില്ല. യേശുക്രിസ്തുവിന് ശേഷം ഏകദേശം 70 AD ശേഷം എന്ന് ചിന്തിക്കുന്നു. അവിടെ ആലയം തകർക്കപ്പെട്ടു. കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കാതെ ഈ ആലയം തകർക്കപ്പെടുമെന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്. അപ്പോൾ ആലയത്തിനകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ആ 1 തൊട്ട് ഏകദേശം 5 വരെയുള്ള വാക്യങ്ങളിൽ ആലയത്തെപ്പറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയും ഒന്ന് പറഞ്ഞിട്ട് ഈ അവിടെ നടന്നുകൊണ്ടിരുന്നത് അതിൻ്റെ കുറവുകൾ എന്താണെന്ന് പിന്നെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ വരുന്ന കാര്യങ്ങൾ മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആലയത്തിൽ നടന്ന മുഴുവൻ വരാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവും ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവും അതിനെ തുടർന്നുള്ള അനേക ദൈവിക സത്യങ്ങളാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം അവിടെ പറയുകയാണ്, എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾക്കും ലൗകികമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. അവിടെ പറയാണ്, നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആദ്യ നിയമം, പിന്നെ ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് പാരമ്പര്യ സഭകളിലും അത് നടക്കുന്നുണ്ട്. അത് സത്യത്തിൽ അത് കടന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ലൗകികമായ ഒരു വിശുദ്ധ അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് ലൗകികമായ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ അവിടെ പറഞ്ഞിരിക്കുന്നു, യു ഹാവ് ആൻ എർത്ത്ലി സാങ്ച്വറി. അതായത് ലോകത്തിൽ നിങ്ങൾ വളരെ അഭിമാനിച്ചിരുന്ന, നിങ്ങൾ ദൈവം ആലയത്തിൽ ജീവിക്കുന്ന ദൈവം ഇറങ്ങി വന്ന ആലയത്തിൽ ഞങ്ങൾക്കതുണ്ട്, ആലയമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആലയം അത് ടെമ്പററി ആയിരുന്നു, അത് ഭൗമികമായിരുന്നു, എർത്തിലി മാത്രമായിരുന്നു. പക്ഷെ അതിനേക്കാളും വലിയൊരു ആലയം ഞങ്ങൾക്കുണ്ട്. അതാണ് ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള ശ്രേഷ്ഠത എന്ന് വ്യക്തമായി അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം ഈ ആലയം പണിയുമ്പോൾ നമുക്കതിൻ്റെ പുറകോട്ടുള്ള അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലതും ചെയ്യുവാൻ നോക്കുക എന്ന് മോശയോട് ദൈവം സിയോൻ പർവ്വതത്തിൻ്റെ ഉന്നതങ്ങൾ വെച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം 40 ദിവസം മോശ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ മേഘസ്തംഭത്തിൻ്റെ ഉള്ളിൽ കത്തുന്ന ആ പർവ്വതത്തിനകത്ത് മോശ കയറി ചെന്ന് ദൈവത്തോടു കൂടി ഇരിക്കുമ്പോൾ സ്വന്തം കൈപ്പടയിൽ 10 കൽപ്പനകൾ ദൈവം എഴുതി കൊടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ആലയം എങ്ങനെ പണിയണമെന്ന് എക്സഡസ്, അതായത് എക്സഡസ് 25-ാം അധ്യായം തൊട്ട് 40-ാം അധ്യായം വരെ പുറപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് മോശയ്ക്ക് എഴുതി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ആലയത്തിനകത്ത് നടന്നത് യേശുക്രിസ്തു ക്രൂശിൽ ചെയ്യാൻ പോകുന്ന യാഗമാണ് എന്നുള്ളതിനെ പറ്റി ഒരു അത് വ്യക്തമായിട്ട് എഴുതപ്പെട്ട ചില ലേഖനങ്ങളുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അത് അയച്ചു തരാം. കർത്താവിന്റെ മോഡൽ പ്രയറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. അങ്ങനെ അനേക കാര്യങ്ങൾ ഈ ആലയത്തിന്റെ കാര്യങ്ങളിൽ മറിഞ്ഞു കിടക്കുന്നുണ്ട്. നമുക്ക് പരിമിതമായ സമയങ്ങൾക്കുള്ളിൽ താല്പര്യമുള്ളവർ വേണ്ടി പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇന്റർനെറ്റിലും അല്ലെങ്കിൽ അല്ലാതെയുള്ള ബുക്കുകളും ഉണ്ട്. അപ്പോൾ അവിടെ ഈ ആലയം പണിയപ്പെട്ടത് ഭൂമിയിൽ നിന്നുള്ള വസ്തുക്കൾ കൊണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കുള്ള ഈ ആലയം പണിതപ്പോൾ സ്വർഗത്തിൽ ഒരു സമാഗമ കൂടാരമുണ്ട്. അതിൻ്റെ മാതൃകയിലാണ് ദൈവം ഈ ആലയം പണിയുവാൻ മോശയോട് പറഞ്ഞതെന്ന് അവിടെ പറയുന്നുണ്ട് 8-ാം അധ്യായത്തിൽ. അപ്പോൾ ഇതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു സ്വർഗീയമായ ഒരു ആലയം നിങ്ങൾക്കുണ്ട്. അത് കിട്ടണമെങ്കിൽ, അത് ലഭിക്കണമെങ്കിൽ, അതിലായിത്തീരണമെങ്കിൽ യു ഹാവ് ടു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യു ഹാവ് ടു കം ടു ദ ലോർഡ്. യേശുക്രിസ്തുവിൽ നിങ്ങൾ ആയിത്തീർന്നെങ്കിൽ ഇതിലും ശ്രേഷ്ഠമായത്, നിങ്ങൾ വിശ്വസിക്കുന്ന പാരമ്പര്യത്തിനേക്കാളും ശ്രേഷ്ഠമായത്, സ്വർഗീയമായത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്ന് പടിപടിയായി വെളിപ്പാടിലൂടെ വ്യക്തമായി വരച്ചു കാണിക്കുകയാണ്. അവർ വളരെ അഭിമാനിച്ചിരുന്ന കാര്യമാണ്. മോശ, ഞങ്ങളുടെ പിതാവ് അബ്രഹാം പിതാവുണ്ട്, മോശയുണ്ട്, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ആലയമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നും
അഭിമാനിക്കുന്നുണ്ട്. പക്ഷേ അതിലും ശ്രേഷ്ഠമായതാണ് നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം മനുഷ്യനുമായി എന്നേക്കും വസിക്കുവാൻ ആഗ്രഹിച്ചു. ദാറ്റ്സ് കോൾഡ് ടെബർനാക്കിൾ. ടെബർനാക്കിൾ എന്ന് പറഞ്ഞാൽ ദൈവം കൂടാരമടിക്കുക എന്നുള്ളതാണ്. ആ കൂടാരത്തിനകത്ത്, അവർ പണിത കൂടാരത്തിനകത്ത് 3 സ്ഥലങ്ങളുള്ളതായിട്ട് നമുക്കറിയാം. പലർക്കും ഇത് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഒന്നുകൂടി വളരെ ചുരുക്കമായിട്ട് വേഗത്തിൽ അതിൽ കൂടി നമുക്ക് കടന്നു പോകാം. ഒരുപക്ഷെ അറിയാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ അനുഗ്രഹമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ 2-ാം വാക്യം നമുക്ക് വായിക്കാം. ആദ്യം ടെബർനാക്കിൾ കൂടാരമുണ്ടായിരുന്നു. കൂടാരം ആണ് പിന്നീട് ദാവീദിന്റെ സമയത്ത് ശലോമോൻ ആ കൂടാരത്തെ മാറി ഒരു ആലയം പണിയുകയും പിന്നീട് അത് ശലോമോന്റെ ആലയം എന്ന് പറയപ്പെടുകയും ചെയ്തു. ശലോമോൻ ചമച്ച ആലയം എന്ന് പറയാനും ഇടയായി. ഒരു കൂടാരം ചമച്ചു. അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്നു പേർ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരമുണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവച്ച പൊൻപാത്രവും അഹരോന്റെ തളുത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും. അപ്പൊ നമുക്ക് ഈ ഒരു ചിത്രം നമുക്ക് ലഭ്യമാണ്. എങ്കിലും ഇതറിയാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ ആലയത്തിൻ്റെ മാതൃക എങ്ങനെയായിരുന്നു? ആരും ആലയം കണ്ടിട്ടില്ല. കർത്താവിൻ്റെ സമയത്തിന് ശേഷം ഏകദേശം 70 വർഷങ്ങൾക്കുള്ളിൽ ആലയം തകർക്കപ്പെട്ടു. പക്ഷെ ഇന്ന് ആലയത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും അവർ ഒരുക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് പലർക്കും അറിയാം. അതിനകത്ത് ഉണ്ടായിരുന്നൊരു ബ്രോൺസ് ഓൾട്ടർ, അത് യാഗപീഠം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ആലയത്തിന് അകത്തേക്ക് കടക്കുവാൻ ഒരു ഡോറേ ഉള്ളൂ. അതാണ് യേശുക്രിസ്തു ഏക. ഇന്ന് നമ്മുടെ പള്ളിയിലും നമ്മുടെ ഹോളുകളിലൊക്കെ 2-3 വാതിലുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒറ്റ വാതിലേ ഉള്ളൂ. അതിനകത്ത് ചെയറില്ല. അപ്പോൾ ഇത് കടന്നിട്ട് ഇവരുടെ യാഗപീഠം പുറാങ്കണമാണിത്. അതിനകത്ത് അവർ ഓരോ പാപത്തിനും അതിൻ്റെതായ യാഗങ്ങളുണ്ട്, അത് കഴിക്കും. അതിനുശേഷം ഇവിടെയുള്ളൊരു ബ്രോൺസ് ലേവർ, ഒരു താമ്ര തൊട്ടിയുണ്ട്, അവിടെ വെള്ളമുണ്ട്. അത് കാലുകൾ കഴുകിയിട്ടാണ് പുരോഹിതനകത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന, ഈ ആലയത്തിനകത്ത് കാണുന്ന സർവ്വതും ഇത് കർത്താവായ യേശുക്രിസ്തു വരാൻ പോകുന്ന സ്വർഗീയ കൂടാരത്തെ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ബ്രോൺസിലെ ഈ കൺട്രിക്ക് നമ്മൾ കാണുന്ന യാഗപീഠം കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിനെയാണ് കാണിക്കുന്നത്. അതിലേക്ക് നമുക്ക് പിന്നീട് കടന്നു വരാം. താമ്രത്തൊട്ടി നമ്മുടെ വിശുദ്ധീകരണത്തെ കാണിക്കുന്നു എന്ന് പറയുന്ന ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവം വചനമാകുന്ന ജലത്താലും പരിശുദ്ധാത്മാവെന്ന ജലത്താലും ഒക്കെ കഴുകി നമുക്ക് അകത്ത് കടന്നു വരാൻ കഴിയുകയുള്ളൂ. അത് മാത്രമല്ല, പുതിയ നിയമസഭയെ ദൈവം രാജകീയ പൗരോഹിത്യ വംശമാക്കി തീർത്ത് പുരോഹിതന്മാരുമാക്കി ദൈവം മാറ്റിയിരിക്കാം എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഈ കാണുന്ന കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. ഇനിയൊരു യാഗം ശേഷിക്കുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, ആ യാഗപീഠത്തിൻ്റെ പുറമെ അത് യാഗപീഠം ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആലയം പല കാര്യങ്ങളെ കാണിക്കുന്നുണ്ട്. 3 സ്ഥലങ്ങൾ നമുക്കുള്ളതായിട്ട് അറിയാം. അപ്പോൾ ദൈവം ഒരു കൂടാരം ജപിച്ചു അതിൻ്റെ ആദ്യ ഭാഗത്ത്. അപ്പോൾ ആ പുറമേയുള്ള കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ പുറമേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. പലർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യ ഭാഗത്ത് നിലവിളക്കുണ്ട്. അപ്പോൾ ഈ കൂടാരത്തിനകത്ത് 3 ഭാഗങ്ങളുണ്ട്. അപ്പോൾ കൂടാരത്തിൻ്റെ 3 ഭാഗങ്ങൾ ഒരു മനുഷ്യ ശരീരത്തെ വേണമെങ്കിൽ ആയിട്ട് പലരും കാണുന്ന സാധാരണ ചിത്രീകരിക്കപ്പെടാറുണ്ട്, അല്ലെങ്കിൽ പറയപ്പെടാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ കൂടുതൽ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദേഹം, ശരീരം, മനസ്സ്, ആത്മാവ്. അപ്പോൾ 3 തലങ്ങൾ ആണ് കാണിക്കുന്നത്. കർത്താവിനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ശരീരത്തിൽ വരുന്നു, പിന്നെ മനസ്സ്, പിന്നെ ആത്മാവിലാണ് നമ്മൾ ആരാധന നടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിനകത്ത് കർത്താവ് കൂടാരമടിക്കുന്നതാണ്. നമ്മുടെ ശരീരങ്ങളെ ഒരു വിശുദ്ധ മന്ദിരമാക്കി ദൈവം മാറ്റുന്നതായിട്ടൊക്കെ നമുക്ക് വചനത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ യാഗപീഠത്തിനകത്ത് ഈ ആലയത്തിനകത്ത് പുറം നമുക്കറിയാം. അവിടെ ജാതികൾ കടന്നു വരും, അവിടെ ബാക്കിയുള്ളവർക്ക് എല്ലാവരും കടന്നു വരാം. പക്ഷേ ഈ നെക്സ്റ്റ് ഹോളി പ്ലേസ് നമുക്കറിയാം, വിശുദ്ധ സ്ഥലമായിട്ടാണ് പറയുന്നത്. പുറം അങ്കണമുണ്ട്. പിന്നെ വിശുദ്ധ സ്ഥലത്തേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അവിടെ ഉള്ളൊരു കാര്യമാണ് നിലവിളക്ക്. അതിൻ്റെ പിക്ചറോടെ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. കാണുന്ന എല്ലാവർക്കും അതൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഇത് പലതും നമ്മൾ ഇത് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ അത് പതിയുവാൻ തക്കോണം ദൈവം ഇടയാക്കട്ടെ. അതിൻ്റെ സത്യങ്ങൾ കൂടുതൽ പരിശുദ്ധി ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തട്ടെ. സ്തോത്രം. അപ്പോൾ ഇവിടെയാണ് രണ്ടാമത്തേത്, ഹോളി ഓഫ് ഹോളീസ്. ഇതാണ് 3 സ്ഥലങ്ങൾ. ഇത് ഈ പുറാങ്കണം, ഇത് വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിൻ്റെ അളവൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു എൻ്റെ അകഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ വാതിലൂടെ, ഏകവാതിലായിരിക്കുന്ന കർത്താവിലൂടെ മാത്രമേ നമുക്ക് കടന്നു വരാൻ സാധിക്കുള്ളൂ. ഇത് നമ്മുടെ ശരീരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിത്രീകരിക്കാം. ഈ സ്ഥലം നമ്മുടെ ഏശം, മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ സോള്, ഇത് നമ്മുടെ സ്പിരിറ്റ്. അപ്പോൾ 3 മണ്ഡലങ്ങളായിട്ട് വേണമെങ്കിൽ ആയിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ ശരീരമാണ് ഈ ആലയം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ ആലയത്തെ നിങ്ങൾ തകർക്കുക, ഞാനിത് 3 ദിവസം കൊണ്ട് പണിയും എന്ന് കർത്താവ് പറയുമ്പോൾ അത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ കർത്താവിനെ കൊല്ലുവാൻ ഉള്ള അവർക്ക് കൽപ്പന കിട്ടിയത്, അല്ലെങ്കിൽ അവർക്ക് അനുവാദം കിട്ടിയത്, അവർക്ക് പറയാൻ ഒരു കാരണമുണ്ടായത്. അത് ഏകദേശം 45 അടി, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, സമയത്തിൻ്റെ പരിമിതികളുണ്ട്. അതിനുശേഷം ഈ ആലയത്തിനകത്ത് കാണുന്ന ഒരു നിലവിളക്കുണ്ട്. ഈ വിളക്കിന് 3 തിരികളുണ്ട്, 7. ഇത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കും. വൈകിട്ട് തൊട്ട് രാവിലെ വരെ ഇത് നിരന്തരമായി എല്ലാ ദിവസവും കത്തും. അത് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വെളിച്ചമാകുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിനെ മറ്റു രീതിയിൽ പ്രതികരിക്കുന്നു. അതിനകത്ത് അതിൻ്റെ എണ്ണയുണ്ട്. പിന്നീട് അതിൻ്റെ പാത്രങ്ങൾ മുഴുവൻ അവർ അഭിഷേക തൈലം കൊണ്ട് അവരതിനെ വിശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ നിലവിളക്ക്, അതിൻ്റെ ലേവ്യരുടെ പുസ്തകം 24:3 തിരശ്ശീലയ്ക്ക് പുറത്ത് വൈകുന്നേരം രാവിലെ മുതൽ രാത്രി മുതൽ വൈകുന്നേരം മുതൽ 24:3 വായിക്കാനൊക്കെ കാണാൻ സാധിക്കും. വായിക്കണമെന്നില്ല. രാത്രി മുതൽ വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് യഹോവയുടെ സന്നിധിയിൽ നിത്യം ഒരുക്കി വെക്കണം. അപ്പോൾ എല്ലാ ദിവസവും പുരോഹിതൻ വന്നിട്ട് ഈ നിലവിളക്ക് കത്തിച്ചിരിക്കണം. അത് കെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമുക്ക് ശമൂവേൽ പ്രവാചക പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട്, ശമൂവേൽ ആലയത്തിൽ വിളക്കണയുന്നതിന് മുമ്പ് കിടക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ. അപ്പോൾ 7 നിലവിളക്കിനെ പറ്റിയൊക്കെ നമ്മൾ പാട്ട് പാടാറുണ്ട്, നിലവിളക്കുകൾ. ഇപ്പം ഇതെല്ലാം സ്വർണത്തിൽ അല്ലെങ്കിൽ സ്വർണത്താൽ പൊതിയപ്പെട്ടതാണ്, മെയ്ഡ് ഓഫ് പ്യൂർ ഗോൾഡ്. ഇതെല്ലാം ഈ കാണുന്ന മുഴുവൻ ആലയം മുഴുവൻ ഇത് അവർ മിസ്രൈമിൽ നിന്നും അവർ വാങ്ങിച്ചത് യഥാർത്ഥത്തിൽ ദൈവത്തിന് ആലയം പണിയാൻ വേണ്ടിയായിരുന്നു അവർ ധരിച്ചിരുന്നു. പക്ഷേ പിന്നീട് അവർ അതിനെ ഊരി മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവർ സ്വർണ്ണ കാളയെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അവർ ധരിക്കുന്നില്ല. പിന്നീട് ഇതാണ് മോശയുടെ കരങ്ങളിൽ കൊടുക്കുന്നത്. മോശ ഇത് ഉപയോഗിച്ചാണ് ദൈവത്തിന് ആലയം പണിയുന്നത്. അപ്പോൾ ആ നിലവിളക്ക് കാണിക്കുന്നത് കർത്താവായ യേശു. അപ്പോൾ ആലയത്തിന് എവിടെ നോക്കിയാലും യു ക്യാൻ സീ ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ അവരോട് പറയുകയാണ്, ഈ ആലയം, നിങ്ങൾ കാണുന്ന ആലയത്തിൽ നിങ്ങൾ വലിയ അഭിമാനിക്കുന്ന ഈ ആലയം, ഇന്ന് നിങ്ങൾ പണിയാൻ നോക്കുന്ന ഈ ആലയം, ഇറ്റ് വാസ് ഓൺലി എ സിംബോളിക്. നിങ്ങൾ വലിയ അഭിമാനിക്കുന്നില്ല, പക്ഷേ ഇതിലും ശ്രേഷ്ഠമായൊരു ആലയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു സ്വർഗീയ കൂടാരം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവിടെ അതിനുശേഷം കാണുന്നൊരു ഭാഗമാണ് കാഴ്ചയപ്പം. ആ കൂടാരത്തിനകത്ത് നമുക്ക് അത് കാണുവാൻ സാധിക്കും. അതുകൂടെ നമുക്ക് കാണാം. ഇവിടെ ഈ നിലവിളക്കിനപ്പുറത്ത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് കഥാവിൻ്റെ ഈ മേശ. ഇവിടെയാണ് 10-12 അപ്പം അവർ നിരന്തരം എല്ലാ ആഴ്ചയിലും ഇവർ മാറ്റിക്കൊണ്ടിരിക്കും. ഇത് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. ഇതാണ് ദാവീദ് എടുത്ത് ഭക്ഷിച്ചത്. അത് അദ്ദേഹത്തിന് വിശന്നപ്പോൾ ദാവീദ് ഭക്ഷിച്ചായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, യേശുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് 12 ഗോത്രങ്ങളെയാണ്. അത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു ജീവന്റെ അപ്പമാകുന്നു. നമുക്ക് അനുദിനം ഭക്ഷിക്കേണ്ടത് സ്വർഗീയ മന്നായെയും ഭൗതികമായിട്ടുള്ള ഭക്ഷണത്തെയും ഒരുക്കുവാൻ കഴിയുന്ന യേശു തന്നെ പറയും, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അപ്പോൾ ഈ ആലയത്തിനകത്ത് കാണുന്ന ഈ അപ്പം മറ്റു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള ജീവന്റെ അപ്പം ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്ന് ഹി ടബർനാക്കിൾ. യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ഡ്വെൽറ്റ് എന്നുള്ളതിൻ്റെ മറ്റൊരു ഹെബ്രായ പദം ഹി ടബർനാക്കിൾ അമംഗ് ദ പീപ്പിൾ എന്ന് പറഞ്ഞു. അവൻ കൂടാരമടിച്ചു. അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത്
ആമേൻ, ദൈവത്തിന് ആത്മാവ് കൂടാരം അടിക്കുന്ന പോലെ. അപ്പം നമ്മുടെ ശരീരത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക, നമ്മുടെ ശരീരം ഒരു വിശുദ്ധ മന്ദിരമാക്കി ദൈവം മാറ്റുകയാണ്. അതെ, അപ്പോൾ അടുത്ത നമുക്ക് വേഗത്തിൽ നമുക്ക് കടന്നു പോകാം. അപ്പോൾ യേശുക്രിസ്തു നിങ്ങൾ ഈ കാണുന്ന അപ്പം, 12 അപ്പം, അതും യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. ഈ കാഴ്ചയപ്പം അത് ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് ഖദിരമരം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട അക്കേഷ്യ വുഡ് കൊണ്ട് ഉണ്ടാക്കി, അത് തനി തങ്കം കൊണ്ട് പൊന്നുകൊണ്ട് പൊതിഞ്ഞ അത്രയ്ക്കും ശ്രേഷ്ഠമായിട്ടാണ് അവരതിനെ സൃഷ്ടിച്ചത്. പിന്നെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. നമുക്ക് ഈ ചില സത്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നുള്ളൂ. അതിന് വിശുദ്ധ സ്ഥലം എന്നു പേർ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരമുണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കിരൂപുകളും ഉണ്ടായിരുന്നു. ആമേൻ. അപ്പോൾ അവിടെ പറയുക 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിൽ, 2-ാം തിരശ്ശീലയിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. 2-ാം തിരശ്ശീല, ആദ്യത്തെ തിരശ്ശീല നമ്മൾ കണ്ടു. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് അറിയാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുന്ന അനുഗ്രഹമാണ്. എനിക്ക് അനുഗ്രഹമായിരുന്നു, ഇപ്പോൾ അനുഗ്രഹം. അപ്പോൾ ദിസ് ഈസ് ദ ആർക്ക് ഓഫ് ദ കാനൻ. ഈ തിരശ്ശീലയ്ക്ക് ഈ കാണുന്ന ഈ 1-ാം തിരശ്ശീല ഇതാണ്. അവിടെ പറയാം 2-ാം തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് ഇവിടെ കാണുന്നതാണ് ഇറ്റ് ഈസ് കോൾഡ് ദ മേഴ്സി സീറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അവിടെ പറഞ്ഞിരിക്കുന്ന അതെ ആർക്ക് ഓഫ് ദ കവനന്റ്, അതാണ് അവിടെ സ്ഥാപിതമായിരിക്കുന്നത്. ആ ആർക്കില് അതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്നുള്ളതിനെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിൽ ആ തിരശ്ശീലയാണ്, അതെ ആ 2-ാം തിരശ്ശീലയാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവനെ കൊടുക്കുമ്പോൾ മുകൾ മുതൽ താഴെ വരെ കീറപ്പെടുന്നത്. അതാ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തെയാണ് കാണിച്ചത്. അപ്പോൾ 1-ാം തിരശ്ശീലയ്ക്ക് അപ്പുറത്തുള്ള 2-ാം തിരശ്ശീല യേശുക്രിസ്തുവിന്റെ ശരീരമായിരുന്നു. അത് ഗോഡ് ടു ഹാവ് ആക്സസ് ടു ഗോഡ്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മനുഷ്യന് ആക്സസ് കിട്ടുവാൻ വേണ്ടി ഹവ്വ പൂർവ്വപിതാക്കളിലൂടെ വളർന്നു വന്ന പാപത്തിന്റെ കർത്താവ് യേശുക്രിസ്തു 2-ാം ആദാമായി വന്നിട്ട് ആ പാപത്തെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുമ്പോൾ ആ ജീവനെ കൊടുക്കുമ്പോൾ നമുക്കറിയാം അത് മുകൾ മുതൽ താഴോട്ട് കീറിപ്പോയി. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവർക്ക് ആക്സസ് ലഭിക്കുന്നതായിട്ട്. അപ്പോൾ ആ തിരശ്ശീല കാണിക്കുന്നതിനെ കർത്താവായ യേശുക്രിസ്തുവായിരുന്നു. അപ്പോൾ എവിടെയാണ് യേശുക്രിസ്തു ഇല്ലാത്തത് നിങ്ങൾക്ക് എന്നാണ് മറ്റു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് എവിടെയാണ് യേശുക്രിസ്തു ആലയത്തിനേക്കാളും വലുതല്ലേ എന്നാണ് മറ്റു രീതിയിൽ ഇതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അത് നമുക്കൊരു ഐ ഓപ്പണർ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവ് സ്വന്തം ശരീരത്തെ വലിച്ചു കീറി എന്നൊക്കെ പറഞ്ഞ് അടുത്ത ലേഖനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പോൾ എക്സഡസ് 31 അവിടെ പറയുന്നുണ്ട് ധൂപപീഠം വേണം. അതിന് മുമ്പായിട്ടൊരു ധൂപപീഠമുണ്ട്. അവിടെയാണ് അതായത് ആലയത്തിൻ്റെ, അത് പറയാൻ വിട്ടുപോയി, ആലയത്തിൻ്റെ ആ തിരശ്ശീലയ്ക്ക് മുമ്പായിട്ട് ധൂപപീഠമുണ്ട്. ആ ധൂപപീഠത്തിൽ ഖദിരമരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് സുഗന്ധധൂപം കാണണം. അവിടെ യാഗം എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. സുഗന്ധവർഗം അവർ അതിൽ കത്തിച്ച് അതിനകത്ത് നിന്നും എപ്പോഴും ഒരു എന്താ പറയുന്നത്, നമുക്ക് യാഗത്തിൻ്റെതായ ഒരു ധൂപം എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കും. അത് പുരോഹിതൻ ചെയ്യേണ്ട കാര്യമാണ്. അത് കാണിക്കുന്നത് പ്രാർത്ഥനയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന പ്രാർത്ഥനയായി ഫ്രേഗ്രന്റ് ഇൻസെൻസ്, സുഗന്ധവർഗം കത്തിച്ച് അത് ഒരു പുകപടലമായി നമുക്ക് പാരമ്പര്യ സഭകൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അത് എന്താ പേര് പറയുന്നത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, സ്തോത്രം, എന്ത് മാട്ടെ. അതെ, അത് മുമ്പുണ്ടായിരുന്ന, അത് അന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഇന്ന് കാണിക്കുന്നത്. മുമ്പൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ടായി, ഇപ്പം ഓർമ്മ കിട്ടുന്നില്ല. സ്തോത്രം. അപ്പോൾ ഇത് ദൈവസന്നിധിയിലേക്ക് ഈ പുകപടലങ്ങൾ ഉയരുകയാണ്. അത് കാണിക്കുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഇന്റർസെഷൻസ് ആൻഡ് ദ പ്രേയേഴ്സ് ഈസ് വാട്ട് റെപ്രസെന്റ്സ് ദാറ്റ് എന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുന്നത്. 1 തിമോത്തി 2:1 പറയുന്നുണ്ട്, സകല മനുഷ്യർക്കും 1 തിമോത്തി 2:1 സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കണമെന്ന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്നും.
അപ്പോൾ പ്രാർത്ഥനയും പക്ഷപാതവും ചെയ്യുവാൻ സകലത്തിന് മുമ്പേ ഞാൻ ഓർപ്പിക്കുന്നു. യേശുക്രിസ്തു എന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നുണ്ട്. അപ്പോൾ പുരോഹിതൻ ഇതിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും, ഈ സുഗന്ധവർഗം കത്തിക്കും, അവിടുന്ന് ഉയരുന്ന പുകപടലം ദൈവസന്നിധിയിലേക്ക് കയറിപ്പോകുമെന്ന് അവർ വിശ്വസിച്ചതും. അപ്പോൾ ദൈവം പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുന്നത്. എന്തൊക്കെ എങ്ങനെയാണ് സുഗന്ധവർഗം ഉണ്ടാക്കേണ്ടത്, അതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് കടന്നു പോകാം. തിരശ്ശീല എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്, അതിൻ്റെ നൂലെങ്ങനെയായിരിക്കണമെന്ന്, എന്ത് കളറായിരിക്കണമെന്നൊക്കെ ദൈവം വളരെ വ്യക്തമായി, അതിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഒക്കെ വളരെ കറക്റ്റായിട്ട് ദൈവം തന്നെ മോശയ്ക്ക് വരച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉയർന്ന ധൂപയാഗം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണെന്ന് റെവലേഷൻ 8:3 പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 8:3 പറയുന്നുണ്ട്, ധൂപകലശവുമായി വന്ന യാഗപീഠത്തിനരികെ നിന്നു സിംഹാസനത്തിന് മുമ്പുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടും. റെവലേഷൻ 8:3 ആണ്, സമയമുള്ളപ്പോൾ വായിച്ചാൽ മതി. അവിടെ പറയുന്നുണ്ട്, ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറിപ്പോയതായിട്ട് തിരുവചനത്തിൽ എഴുതി വെച്ചു. അപ്പോൾ ഈ കാണുന്ന യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പുറമേ കാണുന്ന ഭൗതികമായ കാര്യങ്ങൾ ആത്മീയമായും നടക്കുവാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു പ്രതിച്ഛായ മാത്രമാണ്. അതുകൊണ്ടാണ് പഴയ നിയമം ഈസ് എ ഇമേജ്, അത് വരാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ ഇമേജ് മാത്രമാണ്, അതിൻ്റെ നിഴലാണ്. പക്ഷെ പൊരുൾ വരുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു വന്നതോടുകൂടി പൊരുൾ വെളിപ്പെട്ടു. ഇന്ന് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വി ആർ സ്റ്റിൽ ലിവിങ്. അത് നമ്മൾ പൊരുളിലേക്ക് വന്നിട്ടില്ല, യാഥാർത്ഥ്യത്തിലേക്ക് വന്നിട്ടില്ല. നമ്മളിപ്പോഴും നിഴലിൻ്റെ കീഴിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുമോ എന്നുള്ളത് ഓരോരുത്തരുടെ തീരുമാനമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റേതായ ആ സമയങ്ങൾ കടന്നുപോയി. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അതേ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വന്നിരിക്കുന്നു. അതേ നിങ്ങൾ മലയിൽ പോയി ആരാധിക്കുന്ന, യെരൂശലേമിൽ പോയി ആരാധിക്കുന്ന സമയം കടന്നുപോയി എന്ന ശമരിയക്കാരിയ സ്ത്രീയോട് കർത്താവ് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെതായ ചില സത്യങ്ങൾ മാത്രം പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് 4-ാം വാക്യം വായിക്കാം. ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ 4-ാം വാക്യം മാത്രം വായിച്ചാൽ മതി. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന നിയമപ്പെട്ടകം, അതാണ് ആ നിയമപ്പെട്ടകത്തെ ഇന്നും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് യഹൂദനെ സംബന്ധിച്ചത്. ഈ നിയമപ്പെട്ടകം ചുമക്കേണ്ടത് ലേവ്യരാണ്. ഇത് ചുമക്കേണ്ട രീതിയുണ്ട്. ഓരോ കാര്യങ്ങളും കഥാപാഠം എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദാവീദ് ചുമക്കാൻ നോക്കിയപ്പം മുസയാവ് തൊട്ടപ്പം അവിടെ മരിച്ചു വീണത്. അപ്പോൾ ഇന്ന് പലർക്കും ഇതിനെപ്പറ്റി പറയാൻ തന്നെ ഭയമാണ്. ഈ നിയമപ്പെട്ടകം കൊണ്ട് ഫിലിസ്തീൻ്റെ ആലയത്തിൽ കൊണ്ട് വെച്ചപ്പോഴാണ് ദാഗോന്റെ പ്രതിമ നിന്നിരുന്ന പ്രതിഷ്ഠ അവിടുന്ന് അത് മുമ്പോട്ട് വീണത് തല ഒടിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരിക്കുന്നവർക്കെല്ലാം മൂലരോഗം കടന്നു വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചിലരൊക്കെ ഇത് നോക്കിയവർ മരിച്ചു പോകുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അത്രയ്ക്കും ഭയഭക്തിയോടെ, ബഹുമാനത്തോടെ, വിറയലോടെ, വിശുദ്ധിയോടെ നോക്കിക്കണ്ടുകൊണ്ടിരുന്ന നിയമപ്പെട്ടകം, അതിൻ്റെ മധ്യയായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം. ഗ്ലോറി ഓഫ് ഗോഡ് യൂസ് ടു കം ഡൗൺ. അത് ആണ്ടിലൊരിക്കൽ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ ആ പെട്ടകത്തിനകത്ത്, ആ ആർക്കിനകത്ത് പല കാര്യങ്ങൾ, 5 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് പൊന്നുകൊണ്ടുള്ള ധൂപകലശം, പിന്നെ നിയമപ്പെട്ടകമുണ്ട്, മോശയ്ക്ക് എഴുതി കൊടുത്ത 10 നിയമങ്ങളുടെ പ്രമാണങ്ങൾ എഴുതി കൊടുത്ത പെട്ടകം, കൽപ്പലകളുണ്ടായിരുന്നു, മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. അതായത് ഇസ്രായേൽ മക്കള് മരുഭൂമിയിൽ കൂടി നടന്നപ്പോൾ ദൈവം ഓരോ ദിവസം മന്ന പൊഴിച്ച മന്ന എടുത്ത് അവർ പൊൻപാത്രം വെച്ചിരുന്നു. ആ പൊൻപാത്രത്തിനകത്ത് വെച്ചിരുന്നു, ഈ പെട്ടകത്തിനകത്ത്, അതിനകത്ത് വെച്ചിരുന്നു. പക്ഷെ അത് പിന്നീട് ഒരിക്കലും അത് മോശമായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുണ്ടായിരുന്നു. പിന്നെ അകത്ത് അഹ്റോന്റെ തളുത്ത വടിയെപ്പറ്റി നമുക്കറിയാം. അഹ്റോന ആ ഉണങ്ങിയ വടിയെടുത്ത് ദൈവസന്നിധിയിൽ 12 വടികൾ വയ്ക്കുമ്പോൾ അതിനകത്തൊരു വടി തളുക്കുന്നുണ്ട്. അത് അഹ്റോന്റെ വടി മാത്രമല്ല, അഹ്റോന്റെ പേരെഴുതിയ വടി തളുക്കുന്നുണ്ട്. അപ്പോൾ വിളിയെ തെരഞ്ഞെടുപ്പിനെ വ്യക്തമായി വെളിപ്പെടുത്താനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നിയമത്തിന്റെ കൽപ്പലക അവിടെ ഉണ്ടായിരുന്നു, പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എക്സഡസ്, പുറപ്പാട് പുസ്തകം 25-22 പറഞ്ഞിരിക്കുന്നത് കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം വെളിപ്പെട്ടിരുന്നത്, ദൈവത്തിന്റെ മഹത്വം ഇസ്രായേൽ മക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടത് ഇറ്റ് വാസ് ഓൺ ദ ഡേ ഓഫ് ദ അറ്റോൺമെന്റ്. അതിന്
യോങ്കിപ്പോർ എന്നാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അവർ വർഷത്തിൽ ഒരു ദിവസം അവർ ദൈവ സാന്നിധ്യത്തിലേക്ക് മഹാപുരോഹിതന് കടന്നു പോകുന്ന ഒരു ദിവസമാണത്. 25-22. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപ്പെട്ടതിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിപ്പാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും. അവിടെ 2 കെരൂബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ആയിട്ട് നമുക്ക് ആ പെട്ടകത്തിന്റെ മുകളിൽ വിരിക്കപ്പെട്ട 2 ചിറകുകൾ വിടർത്തിയ കെരൂബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി താഴോട്ട് നോക്കി നിൽക്കുന്നത് അവര് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അതിൻ്റെ താഴെയായിരുന്നു ഈ 10 നിയമങ്ങൾ എഴുതിയ കൽപ്പലകൾ വെച്ചിരുന്നത്. അതിൻ്റെ മധ്യയായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യത്തിനകത്ത് മിക്കവാറും 4 കാര്യവും പിന്നീട് നമുക്ക് എവിടെയോ അപ്രത്യക്ഷമായി പോകുന്നുണ്ട്. അത് എക്സഡസ് പുറപ്പാട് പുസ്തകം 25 ശേഷം പിന്നീട് ദാവീദിന്റെ സമയത്ത് വരുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 8:9 എനിക്കൊന്ന് അതെ ദാവീദിന്റെ പുത്രനായ ശലോമോന്റെ സമയത്ത് ഈ പറയുന്ന 4 കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് അപ്രത്യക്ഷമാകുകയാണ്. അത് 1 രാജാക്കന്മാരുടെ പുസ്തകം 8:9 നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അതുവരെ ഉണ്ടായിരുന്നത് ഈ തളുത്ത വടി ഉണ്ടായിരുന്നു, പൊൻപാത്രം ഉണ്ടായിരുന്നു, നിയമപ്പെട്ടകം ഉണ്ടായിരുന്നു, ധൂപകലശം. അപ്പോൾ ഇത് പിന്നീട് കാണുന്നില്ല. അതിന്റെ 8:9 വായിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോറോബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന 2 കൽപ്പലകയല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കുക, മോശ ഹോറേബിൽ വെച്ചിരുന്ന 2 കൽപ്പലക, 2 ദൈവം കൈപ്പിടിയായി ആദ്യം എഴുതി കൊടുത്തു. അതെ, പിന്നീട് മോശയെ കൊണ്ട് തന്നെ കൽപ്പലക വെട്ടിച്ച ദൈവം എഴുതി കൊടുക്കുന്ന 2 കൽപ്പലകയല്ലാതെ മറ്റൊന്നും അതിനകത്തില്ലായിരുന്നു. അത് ഏകദേശം 940 വർഷങ്ങൾക്ക് ക്രിസ്തുവിന് മുമ്പ് പണിയപ്പെട്ട ശലോമോന്റെ മണ്ഡപത്തിനകത്ത് ഇത് കാണുന്നില്ല, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ. പക്ഷേ കൽപ്പലകൾ മാത്രമേ പിന്നെ കാണുന്നുള്ളൂ. അവിടെ പിന്നീട് നമ്മൾ കാണുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം ജീവനെ കൊടുത്ത മരണശേഷം ഉയർപ്പിന് ശേഷം ടൈറ്റസ് എന്ന രാജാവ് 70 AD പിന്നീട് അദ്ദേഹം വന്നിട്ട് ഈ യഹൂദന്മാര് ഇവർക്കെതിരെ റോമർക്കെതിരെ അണിനിരുന്നപ്പോൾ, അവർക്കെതിരെ എതിർത്തപ്പോൾ ഇവര് യെരൂശലേം നഗരത്തിനകത്തായിരുന്നു ഇവരുടെ ശക്തിക്ക്. ഇന്നിപ്പം ടെററിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുന്നത് പോലെ അതിനകത്തായിരുന്നു അവർ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചത്. അപ്പോൾ ഈ ആലയത്തിനകത്ത് ഇവര് വന്ന് ഒളിച്ചിരുന്നത് ആ ഭാഗത്തായിരുന്നു. അപ്പോൾ ഈ ടൈറ്റസ് എന്ന ചക്രവർത്തി രാജാവ് വന്നിട്ട് ഈ യെരൂശലേമിനെ വളയുകയും പിന്നീട് ഈ ആലയത്തെ അവർ തകർക്കുകയും ആലയം കത്തിച്ചു കളയുകയും ചെയ്തു. കാരണം ഇവരെല്ലാം ആലയത്തിനകത്ത് കയറി. ഒരു പക്ഷേ ഇവർക്ക് ഭയമായിരിക്കും ആലയത്തിനകത്ത് കയറാൻ. അതുകൊണ്ട് പക്ഷെ അവർ ആലയത്തിലേക്ക് തീ അവർ എറിഞ്ഞെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നീട് ആലയം തകർക്കപ്പെട്ടു. അത് യേശുക്രിസ്തുവിൻ്റെ പ്രവചന ദൂത് പോലെ തന്നെ ആലയത്തിൻ്റെ മേൽ കല്ല് ശേഷിക്കാതെ സകലം തകർപ്പെട്ടു. അപ്പോൾ അതിനകത്തുള്ള സ്വർണം, അതിനകത്തുള്ള വലിയ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി അവർ ആലയത്തെ തകർത്തു. അതിനുശേഷം ആ ദിവസത്തെ ഇന്ന് യഹൂദൻ വിളിക്കുന്നത് തിഷ്ബ ബാബ് എന്നാണെന്നുള്ളതാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് അറിയത്തില്ല. അവരുടെ ഏറ്റവും യഹൂദൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ വർഷത്തിലെ ഏറ്റവും ദുഃഖകരമായ ദിവസമാണ് തിഷ ബാവ്. അപ്പോൾ ആ ദിവസം അവർ 25 മണിക്കൂർ ഉപവാസവും കരച്ചിലും ഒക്കെ ഉണ്ട്. അവരുടെ ആലയം തകർക്കപ്പെട്ട ആ ദിവസത്തെ ഓർത്ത് അവർ കരയുന്ന സമയമാണത്. അപ്പോൾ ഇന്ന് ആലയത്തിനകത്തുണ്ടായിരുന്ന ഈ പെട്ടകം, ഈ 10 കൽപ്പലകൾ 10 നിയമം എഴുതപ്പെട്ട 2 കൽപ്പലകൾ ഇവിടെ പോയെന്ന് ഇന്നും ആർക്കും അറിയില്ല. ചിലർ പറയുന്നത് എത്യോപ്യയിലുണ്ടെന്ന് പറയുന്നു, ചിലർ അയർലൻഡ് ഉണ്ടെന്ന് പറയുന്നു. ദൈവം എഴുതി കൊടുത്ത ആ കൽപ്പലകൾ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല. അതിനെപ്പറ്റി നമുക്ക് എമോറിയസ് ശാസ്ത്രമെന്ന് ചില ടീച്ചിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെപ്പറ്റി പറയാൻ തന്നെ ആക്ച്വലി നമുക്ക് ഭയപ്പെടണം. കാരണം ദൈവം അത്രയ്ക്കും ശ്രേഷ്ഠമായതും അത്രയ്ക്കും ദൈവം വളരെ 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 വിശുദ്ധമായി കണക്കാക്കപ്പെടുന്നതുമാണ്. അത് ചിലർ പറയുന്ന ചില ലൈം സ്റ്റോൺ ടണൽസിനകത്ത് എവിടെയോ കിടപ്പുണ്ടെന്ന്. മറ്റൊരു ഭാഗത്ത് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഒഴുകിയ രക്തം ഇത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ താഴെ ഉണ്ടായിരുന്നൊന്നും ആ രക്തം അവിടെ ഒഴിച്ചെന്നൊക്കെ പറയുന്നത്. പക്ഷേ അതൊന്നും ശരിയാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതിനകത്ത് ബൈബിളിൽ അതിനെപ്പറ്റി ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ ഈ 10 കൽപ്പനകൾ എഴുതിയ 2 കൽപ്പനകൾ
എവിടെ പോയെന്ന് ഇന്നും ആർക്കും അറിയില്ല. അതിനെപ്പറ്റി നമുക്കറിയാം. ഒരു ഇംഗ്ലീഷ് ഫിലിമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, റേഡിയോസ് ഓഫ് ദി ആർക്ക് എന്ന് പറഞ്ഞ്. എനിക്കൊന്ന് പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിനെ അന്വേഷിച്ച് പോകുന്നതിനെ പറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ കൽപ്പലകളെ പിന്നെ കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. അതിൻ്റെ റെവലേഷൻസ് 11:19 ഒരുപക്ഷെ കൽപ്പലകൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിരിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ റെവലേഷൻസ് 11 അധ്യായത്തിന് 19 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കൽപ്പലകൾ വീണ്ടും. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. അതെ, ആ കൽപ്പലകൾ പിന്നെ കാണുന്നത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കൽപ്പലകളെ കാണുന്നുണ്ട്. അവിടെ പിന്നെ കാണുന്ന ഈ കെരൂബുകളുടെ മധ്യേ, ഞാൻ ആ പിക്ചർ ഒന്നുകൂടി ഇടാം, ഒരു പക്ഷേ അത് ക്ലിയർ ആവുമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് നിയമപ്പെട്ടകം. അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാൻ കഴിയാത്തതുണ്ടെങ്കിൽ പലർക്കും മിക്കവരൊക്കെ വചനത്തെ അറിയാവുന്നവർക്കറിയാം. ഈ കെരൂബുകളാണ് സ്വർണത്തിലാണ് മുഴുവൻ സൃഷ്ടിക്കുന്നത്. 100% ഇതിനകത്ത് യാതൊരു കലർപ്പുമില്ല. 100% 24 ക്യാരറ്റ് വാട്ടർ വൈറ്റസ്. അപ്പോൾ ഇതിനകത്ത് 2 കെരൂബുകൾ താഴോട്ട് കുനിഞ്ഞു നിൽക്കുന്നു. ഇതാണ് പെട്ടകം. ഇവിടെയാണ് 2 കൽപ്പലകൾ ഇവിടെയുണ്ട്. ഇതാണ് അഹറോന്റെ തളുത്ത വടി. പിന്നീട് നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ മന്ന വെച്ച പൊൻപാത്രമാണ് ഈ കാണുന്നത്. ഈ 2 കമ്പുകളിലാണ് ഇത് നിൽക്കുന്നത്. ഇതിലാണ് ചുവന്നുകൊണ്ട് 2 ചുമലിൽ വെച്ചുകൊണ്ട് വേണം പോകുവാൻ. ഇതാണിത് ദാവീദ് എടുത്ത് കാളമണിയുടെ മുകളിൽ കയറ്റി. സ്തോത്രം. ഇത് ലേവ്യൻ മാത്രം ചുമക്കേണ്ടതായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ പെട്ടകം, ആർക്ക് ഓഫ് ദ കവനന്റ്, ഇന്ന് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എവിടെയാണെങ്കിലും അത് നമുക്ക് വിഷയമല്ല, കാരണം അതിലേക്ക് വരാം. സ്തോത്രം. ആർക്ക് ഓഫ് ദ കവനന്റ് എവിടെയാണ്? ദൈവത്തിൻ്റെ അത് മറ്റൊരു വെളിപ്പാടിൽ മറ്റൊരാൾ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നു. കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓരോന്നായി വിവരിക്കാൻ സമയമില്ല എന്ന് 5 വാക്യത്തിൽ ഇതിൻ്റെ ലേഖനകർത്താവ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും അറിയാം ഇനിയിപ്പോൾ സമയാധികയില്ല. നമുക്ക് സമയത്തിൻ്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട് ഈ കെരൂബുകളും സെറാഫീമും ഉണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ സേവിക്കുന്ന സെറാഫുകൾ ഉണ്ട്, ചെറൂബീമുണ്ട്. സെറാഫീമുകളാണ് 6 ചിറകുകൾ ഉയർത്തി നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറൂബീം എന്ന് പറഞ്ഞ ദൈവ സംരക്ഷണത്തിന് കൊടുക്കുന്ന ഗാർഡൻഷിപ്പ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണുന്ന ചെറൂബും സെറാഫ്, അവർക്ക് ഫങ്ഷൻസ് വേറെ, അതിലേക്ക് പോകണ്ട. അപ്പോൾ യേശുക്രിസ്തു ആകുന്ന വചനം ജഡമായി തീർന്നു. യേശുക്രിസ്തുവിന്റെ സമയത്ത് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ, യേശുക്രിസ്തു മരിച്ച് യേശുക്രിസ്തുവിനെ കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെടുമ്പോൾ, യോഹന്നാൻ സുവിശേഷത്തിന്റെ അവസാനത്തെ ഭാഗം 1:14 പറയാൻ നമുക്കറിയാവുന്ന കണപ്പടം അറിയാവുന്ന വാക്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പം വചനം ജഡമായി തീർന്നു. അപ്പോൾ ദൈവം തന്നെ, സാക്ഷാൽ ദൈവം വചനം തന്നെ ജഡമായി ഇറങ്ങി വന്നു. മനുഷ്യന്റെ ഇടയിൽ ടബർനാക്കിൾ ചെയ്തു. യേശു പറഞ്ഞു, ഈ ശരീരത്തെ തകർക്കുക. യേശു തന്റെ സ്വന്തം ശരീരം കാണിച്ചിട്ട് പറഞ്ഞു, ഇത് തകർക്കുക, ഞാനിത് പണിയും. അതാണ് 3-ാം ദിവസം ശേഷം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ ശരീരം ദൈവത്തിന്റെ ഇന്ന് എക്ലീസിയാസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദൈവ സഭ എന്ന് പറയുന്നത് ഇറ്റ്സ് എക്ലീസിയാസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, നമ്മൾ ആലയത്തിന്റെ ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. അത് മനസ്സിലാകുന്നവർക്കുണ്ടെങ്കിൽ അവർക്ക് കേൾക്കുമ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ഗോഡ് മെയ്ഡ് us, ദൈവസഭയെ ദൈവം ഒരു ആലയമാക്കി തീർത്തിരിക്കുകയാണ്. നമ്മുടെ ശരീരങ്ങളെ ഒരു ആലയമാക്കി, വിശുദ്ധ മന്ദിരമാക്കി ദൈവം തീർത്തുവെന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 20:11 നമുക്ക് വായിക്കാം. ഇതൊരു പഠിപ്പീരല്ല, ദിസ് ഇസ് നോട്ട് ഇത് ഉപദേശമായിട്ട് എടുക്കരുത്. ഒരു കർത്താവായ യേശു ക്രിസ്തു മരണശേഷം മറിയ കല്ലറയ്ക്കരികിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് 20-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ. അപ്പൊ ഈ കരയുന്നതിനിടയിൽ അവൾ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി. അപ്പം പത്രോസ് കല്ലറയിൽ വന്നിട്ട് നോക്കിയിട്ട് പോയി. ശിഷ്യന്മാരൊക്കെ നോക്കിയിട്ട് പോയി, യേശു ക്രിസ്തുവിനെ കാണുന്നില്ല. പക്ഷേ മറിയ നോക്കി. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത്
വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ച് എന്ന് ഞാൻ അറിയുന്നുമില്ല എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. അതെ, അവിടെ 12-ാം വാക്യത്തിൽ പറഞ്ഞ യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് യേശു അവിടെ ഇല്ല. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന ആ ദൈവത്തിന്റെ ആർക്കില്, ദൈവത്തിന്റെ നിയമപെട്ടകത്തിൽ 2 ദൂതന്മാർ, ഒന്ന് അപ്പുറത്തും ഒന്ന് ഇപ്പുറത്തും ഇരിപ്പുണ്ട്. അപ്പോൾ അവര് താഴോട്ട് കുനിഞ്ഞു നിൽക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ ശരീരം, ദൈവത്തിന്റെ സാന്നിധ്യം വഹിച്ചിരുന്ന യേശുവിന്റെ ശരീരത്തിന് അത് യഥാർത്ഥത്തിൽ അവിടെ കർത്താവ് യേശുക്രിസ്തു തന്നെയായിരുന്നു നിയമം. ആ മോശയുടെ നിയമം വന്നു, മോശയുടെ വന്നു. പക്ഷെ യേശുക്രിസ്തുവിലൂടെ കൃപയ്ക്ക് മേൽ കൃപ, കർത്താവ് ആ നിയമത്തെ പൂർത്തീകരിക്കുവാൻ വേണ്ടി കർത്താവ് തീർത്തു. അത് ദൈവത്തിന്റെ സാന്നിധ്യമായി ദൈവം ഇറങ്ങി. നമുക്ക് പിന്നീട് നമുക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കും, മഹാപുരോഹിതനായ യേശു അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുന്നതിന്റെ കാര്യം എന്താണ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ യേശുക്രിസ്തു തന്നെയാണ് ആമേൻ മോശയെക്കാളും ഉന്നതൻ. കർത്താവ് യേശുക്രിസ്തുവാണ് യോശുവയെക്കാളും വലുതൻ. യേശുക്രിസ്തുവാണ് നിങ്ങൾ പറയുന്ന സകല പ്രവാചകന്മാരെക്കാളും ഉന്നതൻ. നിങ്ങൾ വിശ്വസിക്കുന്ന മെൽക്കിസെദെക്കിനെ, നിങ്ങൾ വിശ്വസിക്കുന്ന അബ്രഹാമിനേക്കാളും, നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾ കഴിക്കുന്ന യാഗത്തെക്കാളും, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്ന ഈ വിശുദ്ധ മന്ദിരത്തെക്കാളും ഉന്നതനും ശ്രേഷ്ഠനുമാണ് യേശു. അതുകൊണ്ടാണ് സകല നാവും ഏറ്റുപാടും, സകല മുഴങ്കാലും മടങ്ങും, യേശു കർത്താവാണ്, സകലത്തിനേക്കാളും ഉന്നതൻ. ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ, ഹി ഈസ് ദ ഹയസ്റ്റ് ഓഫ് ഓൾ. ദർ ഈസ് നത്തിങ് ബിയോണ്ട്. കർത്താവിന്റെ യേശു ക്രിസ്തുവിന്റെ ഉപരിയായി ഒന്നുമില്ല. ബിക്കോസ് he was a part of God, he became God. So believe in Jesus Christ. യേശുവിന്റെ യാഗത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. You have to believe in Jesus. വെറുതെ വിശ്വസിക്കുന്നതല്ല. There is a reason behind it. അത് നമ്മൾ വചനത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അത് സത്യമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നും, ആമേൻ, പിതാവ് നമ്മളെ അത്രയധികം സ്നേഹിച്ചുവെന്നും എബ്രായക്കാർക്ക് ഇത് ലേഖനം വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്നേ ഉള്ളൂ. അതിലേറെ ഒരുപാട് കാര്യങ്ങൾ ഈ ആലയവുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. കാരണം ഈ ആലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും നീണ്ട അധ്യായങ്ങൾ. പുറപ്പാട് പുസ്തകത്തിന്റെ 25 തൊട്ട് അങ്ങോട്ട് ആലയത്തെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ലേവ്യരുടെ പുസ്തകത്തിൽ. അപ്പോൾ ബൈബിളിനകത്ത് തന്നെ അത്ര പ്രാധാന്യം ദൈവം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിലും ഈ ആലയം എന്തായിരുന്നു എന്നും, ആലയത്തിനകത്ത് യേശു തന്നെയായിരുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന മുഴുവൻ, നിങ്ങൾ കണ്ടത് മുഴുവൻ, നിങ്ങൾ ആത്മീയ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുവാൻ തുടങ്ങുമ്പോൾ ഇത് നിങ്ങൾ പുറമേ കാണുന്നതല്ല. ദിസ് വാസ് ആക്ച്വലി ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. വരാൻ പോകുന്ന പോലുള്ള വന്ന ഒരു സത്യം, ആ കർത്താവിൽ വിശ്വസിക്കുക എന്ന് മറ്റു രീതിയിൽ പറയുകയാണ്. സമയത്തിന് പരിമിതികളുണ്ട്, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അതിന് 6-ാം വാക്യം തൊട്ട് ഏകദേശം എനിക്കൊന്ന് 10-ാം വാക്യം വരെ ഈ ആലയത്തിൻ്റെതായ പരിമിതികൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ 11-ാം വാക്യം തൊട്ട് ഹെവൻലി സാങ്ച്വറി എന്താണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തി കാണിക്കുകയാണ്. അപ്പോൾ ഈ ആലയത്തിൻ്റെതായ പരിമിതി, നിങ്ങൾ വിശ്വസിക്കുന്ന വലിയ ശ്രേഷ്ഠമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആലയത്തിൻ്റെതായ പരിമിതികളുണ്ട്. അതിൻ്റെ 6-ാം വാക്യത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വാക്കുകൾ നമുക്ക് ചുരുക്കാം. 6-ാം വാക്യം വായിക്കാം. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. അപ്പോൾ നമ്മൾ പറഞ്ഞ പുറം അങ്കണമുണ്ട്, അവിടെയാണ് യാഗം നടക്കുന്നത്. പിന്നീട് അകത്ത് കയറുന്ന പുരോഹിതൻ ഈ വിശുദ്ധ സ്ഥലം, ആ സ്ഥലത്ത് ചെന്നിട്ട് ശുശ്രൂഷ കഴിക്കും. അവിടെ ഒരു ശുശ്രൂഷയുണ്ട്. അത് ചെയ്തിട്ട്, അത് മറ്റൊന്നുമല്ല, ആലയത്തിനകത്തുള്ള അവിടെ ഉണ്ടായിരുന്ന വിളക്ക് അവരെ കൊളുത്തും, അതിനെ ക്ലീൻ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അവിടെ ഉണ്ടായ സുഗന്ധവർഗം കത്തിക്കും. പിന്നെ അവിടെ ഉണ്ടായിരുന്ന അപ്പത്തെ പുതിയ അപ്പം വയ്ക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് അതാണ് അവർ ഈ വിശുദ്ധ സ്ഥലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിവിശുദ്ധ സ്ഥലത്ത് അത് എല്ലാ ദിവസവും പുരോഹിതൻ പോയി ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ഇപ്പോഴത്തെ പള്ളികളിൽ അച്ഛന്മാർ ചെയ്യുന്ന പോലെ ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാ ദിവസവും കുർബാന കഴിക്കുന്നവരും അങ്ങനെ കാര്യങ്ങളൊക്കെ അന്ന് പഴയ നിയമത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഇന്ന് അത് ചെയ്തിരുന്നത്, ഇന്ന് പലപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഈ പാപപരിഹാര ദിവസമുണ്ട്, അതാണ് ഡേ ഓഫ് അറ്റോൺമെന്റ്. അതാണ് യഹൂദനെ സംബന്ധിച്ചത് ഏറ്റവും
പ്രധാനപ്പെട്ട ദിവസമാണ് യോം കിപ്പൂർ. അത് 7-ാം മാസം 10-ാം തീയതിയാണ്. പാപപരിഹാര ദിവസമെന്നാണ് പറയുന്നത്. അത് ലേവ്യരുടെ പുസ്തകം 23-27 എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ആ ദിവസം ഇവർക്ക് ഒരാൾക്ക് മാത്രം കയറി ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് അതിവിശുദ്ധ സ്ഥലം. ഈ അവിടെ ഉണ്ടായിരുന്ന അതിനകത്തേക്ക് കയറി ചെല്ലുവാൻ, ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് കയറി ചെല്ലുവാൻ കഴിയുന്നത് മഹാപുരോഹിതന് മാത്രമേ ഉള്ളൂ. അവിടെ സ്വന്തം ശരീരം ആ തിരശീല അവിടെ ഉണ്ട്. ആ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ആണ്ടിലൊരിക്കൽ, അതിൻ്റെ 7-ാം വാക്യം, ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. ആ മഹാപുരോഹിതൻ ചെല്ലുന്നത് രക്തം കൂടാതെയല്ല. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ജനത്തിൻ്റെയും തൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുക. അബദ്ധം ആണ് എഴുതിയിരിക്കുന്നത്, പാപം എന്നല്ല. മറ്റു രീതിയിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഈ വെന്റ് ഇൻസൈഡ് വിത്ത് ബ്ലഡ്, അല്ലെങ്കിൽ നോട്ട് വിതൗട്ട് ബ്ലഡ്. രക്തവുമായിട്ടാണ് മഹാപുരോഹിതൻ, ഹൈ പ്രീസ്റ്റ് ഗോസ് വിത്ത് ദ ബ്ലഡ്. ആ ബ്ലഡ്, ആ രക്തം ചൊരിയാതെ പാപ വിമോചനമില്ല എന്ന് മോശ മുഖാന്തരം ദൈവത്തിന്റെ പ്രമാണത്തിന് മാറ്റം വരുത്തി, ഇന്നും മാറ്റം വരത്തില്ല. അല്ലെ, അപ്പോൾ നോട്ട് വിതൗട്ട് ബ്ലഡ് ബട്ട് വിച്ച് ഹി ഓഫർഡ് ഫോർ ഹിംസെൽഫ്. അപ്പോൾ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ഹിംസെൽഫ് ആൻഡ് ഫോർ ദ പീപ്പിൾസ് സിൻസ് കമ്മിറ്റഡ് ഇൻ ഇഗ്നറൻസ്. അബദ്ധങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അൺഇൻറ്റൻഷണൽ സിൻസിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം കയറിപ്പോയിരുന്നത്. മറ്റു രീതിയിൽ പറഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ അബദ്ധങ്ങൾ വന്നുപോയ തെറ്റ്, അറിയാതെ വന്നുപോയ തെറ്റ്, അതിന് ആ പാപങ്ങൾക്ക് വേണ്ടി, അത് മഹാപുരോഹിതന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി രക്തം, ആദ്യം ഒരു യാഗം കഴിക്കും. പിന്നീട് ഈ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ കാൽപാദ പീഠത്തെങ്കിൽ അല്ലെങ്കിൽ അബദ്ധങ്ങൾ, അല്ലെങ്കിൽ അറിയാതെ വന്നുപോയ തെറ്റുകളുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള യാഗങ്ങളുണ്ട്. പക്ഷേ കരുതിക്കൂട്ടി ചെയ്യുന്ന പാപങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യുന്നവർക്ക് വേണ്ടി അവിടെ പറഞ്ഞിരിക്കുന്ന, അവരെ നമ്പേഴ്സ് 15:32 അവിടെ എഴുതിയിട്ടുണ്ട്. നമ്പേഴ്സ് 15:30 ഉണ്ടെങ്കിൽ വായിക്കാം. അത് വായിച്ചിട്ട് നമുക്ക് വാക്കുകൾക്ക് വിരാമിടാം. നമ്പേഴ്സ് എത്രയും മുമ്പോട്ട് പോകാൻ സാധിക്കും, അത്രയും നമുക്ക് അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, സ്വദേശികളോ പരദേശികളോ ആരെങ്കിലും കരുതിക്കൂട്ടിക്കൊണ്ട് ചെയ്താൽ അവൻ യഹോവയെ ദുഷിക്കുന്നു. അതിന് കരുതിക്കൂട്ടി ഒരു പാപം ചെയ്താൽ ഞാൻ അവനെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അതാണ് കരുതിക്കൂട്ടി ദാവീദ് ചെയ്ത പാപത്തിന് ദാവീദ് നിലവിളിച്ച് കരയുന്നുണ്ട്. അതിന് എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ എന്നൊക്കെ പറഞ്ഞ് ദാവീദ് കരയുന്നുണ്ട്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ ചെയ്തതിന് നീ അനുഭവിച്ച മതിയാകൂ. അത് ജീവിതത്തിലൂടെ ദാവീദിന് അത് അനുഭവിക്കേണ്ടി വന്നു, നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ദാവീദിന്റെ ജീവിതത്തിന്മേൽ ഉണ്ടായി. പക്ഷേ ഏറ്റുപറച്ചിൽ ദൈവം പിന്നീട് ദാവീദിനെ വീണ്ടും തിരികെ യഥാസ്ഥാനപ്പെടുത്താണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആഖാൻ എന്ന വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ശബത്ത്, അത് 15:32 കാണുവാൻ സാധിക്കുന്നുണ്ട്. ശബത്ത് ലംഘിക്കുന്ന ഒരുവൻ മരുഭൂമിയിൽ അവിടെ ആയിരിക്കുമ്പോൾ അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നുണ്ട്. ശബത്ത് ലംഘിച്ച് അവൻ പുറത്തു പോയി വിറക് വെറുക്കുമ്പോൾ അവനെ കല്ലെറിഞ്ഞ് കൊല്ലും. അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപമാണ്, അപ്പോൾ അവനെ കല്ലെറിഞ്ഞ് വന്നേക്കാൻ പറയും. അതാണ് അഡൾട്രസ്. പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ കൊണ്ടുവന്ന് അവരിട്ടിട്ട് അവരെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ നോക്കുമ്പോൾ കർത്താവിനെ അവർ ചോദ്യം ചെയ്യുക. മറ്റു രീതിയിൽ അവർ വെല്ലുവിളിക്കുകയായിരുന്നു. സ്തോത്രം, ഈ സ്ത്രീയെ നിനക്ക് കൊല്ലുവാനല്ലാത്ത അധികാരം നിനക്കുണ്ടോ എന്ന് പറഞ്ഞാൽ കല്ലെറിയാൻ വരുന്ന അവർക്ക് ഇന്റൻഷനലി, അറിയാതെയല്ല ചത്ത്. പക്ഷെ യേശുക്രിസ്തു അവരെ പറയുന്ന കാര്യം നമുക്കറിയാം, നിങ്ങൾ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. അവർ ഇട്ടിട്ട് പോയി. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. യു ആർ ഡൺ ഇന്റൻഷണൽ സിൻസ് ബട്ട് ഐ ഫോർഗിവ് യു. അതുകൊണ്ട് യേശു പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ, അത് അറിഞ്ഞുകൊണ്ടോ അബദ്ധവശാൽ ചെയ്ത പാപമാണെങ്കിലും അതിനെ മോചിപ്പിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ ഒരു മഹാപുരോഹിതനായ നമുക്ക് കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. ഈ മഹാപുരോഹിതൻ 22 ഏകദേശം മൃഗങ്ങളെ യാഗം കഴിച്ചിട്ടാണ് അകത്ത് പോകുന്നതാണ് പറയപ്പെടുന്നത്. അദ്ദേഹം തൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ വസ്ത്രങ്ങളൊക്കെ അഴിച്ച് അതിനകത്ത് പൊന്നുകൊണ്ട് അദ്ദേഹം മുത്തുകളും ഒക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങളുണ്ട്. നമ്മൾ മുമ്പ് ഒരു പ്രാവശ്യം അത് പ്രദർശിപ്പിച്ചിരുന്നു. അപ്പോൾ അത് വിട്ടിട്ട് വൈറ്റ് ലെനൻ, വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം, താഴ്മയോടെയാണ് അദ്ദേഹം അകത്തേക്ക് കയറി പോകുന്നത്. ആ സ്വന്തം രക്തം അവിടെ തളിച്ചിട്ട് അദ്ദേഹം മടങ്ങി സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയുള്ള യാഗം കഴിച്ചിട്ട് അദ്ദേഹം മടങ്ങി വരുന്നില്ലെങ്കിൽ, യാഗം കഴിച്ചിട്ട് ദൈവം ആ പാപങ്ങൾ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ ആ അതിവിശുദ്ധ സ്ഥലത്ത് അദ്ദേഹം മരിച്ചു വീഴും. അദ്ദേഹം ഒരു ചങ്ങല കെട്ടിയാണ് അകത്ത് പോകുന്നത്. ഈ ചങ്ങലയ്ക്ക് ശബ്ദം ഇല്ലെങ്കിൽ
കിലുക്കം നിന്ന് പോകുമ്പോൾ അറിയാം അദ്ദേഹം മരിച്ചെന്നുള്ളത്. അപ്പോൾ പക്ഷേ പിന്നീട് അദ്ദേഹം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയുള്ള യാഗം കഴിച്ചതിന് ശേഷം പുറത്തു വന്നതിന് ശേഷം പിന്നീട് അവിടെ ഉണ്ടാകുന്ന ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗം അദ്ദേഹം കഴിക്കും. അത് കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. മഹാപുരോഹിതനായ കർത്താവായ യേശുക്രിസ്തു ആ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് പോകുമ്പോൾ സ്വന്തം ശരീരത്തെ വലിച്ചു കീറുകയും കർത്താവായ യേശുക്രിസ്തു സ്വന്തം രക്തം തൻ്റെ പാപമില്ലാത്തവൻ ഉന്നമില്ലാത്ത ഒരു അല്ലെങ്കിൽ പാപം ചെയ്യാത്ത ഒരു മഹാപുരോഹിതനായ യേശു അകത്തേക്ക് പോകുന്നു. അത് കാണിക്കുന്നത് നമ്മുടെ കാൽവരി ക്രൂശിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പെർഫെക്റ്റ് യാഗമാണ്, പൂർണ്ണമായ യാഗമാണ്. നമുക്ക് ആ കർത്താവ് യാഗം നമുക്ക് വേണ്ടി കഴിച്ചു. അതെ, കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തോളം കയറിപ്പോയി. നമുക്ക് ശേഷമുള്ള ഭാഗം നമുക്ക് ദൈവം അനുവദിച്ചാൽ പിന്നീട് മറ്റൊരു ദിവസം നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.